خصلتان لا يحافظ عليهما رجل مسلم إلا دخل الجنة. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ ഇല്ലാ ദഖലൽ ജന്ന, നിർബന്ധമായും നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ. ഖസ്ലത്താൻ ലാ യുഹാഫിളു അലൈഹിമാ റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ ഒരാൾ ഈ രണ്ട് കാര്യം ആവർത്തിക്കുകയാണെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, നിർബന്ധമായും അയാൾ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുമാ യസീർ, ആ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വളരെ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ആ എളുപ്പമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. കാര്യം വളരെ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിക്കാൻ ആളുകളില്ല. കാര്യം വളരെ എളുപ്പമാണ്, ശ്രദ്ധിക്കണം, നമ്മൾ ഇത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം വളരെ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ്. ഇത് ജീവിതത്തിൽ ഒരാൾ പതിവാക്കിയാൽ അയാൾ സ്വർഗ്ഗക്കാരനാണെന്ന് ഉറപ്പെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ വിഷയമെന്നറിയോ? യുസബ്ബിഹു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അശ്റാ, എല്ലാ നിസ്കാര ശേഷവും തസ്ബീഹ് ചൊല്ലണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വയഹ്മദു അശ്റാ വയുകബ്ബിറു അശ്റാ, എല്ലാ നിസ്കാര ശേഷവും 10 തസ്ബീഹ് ചൊല്ലണം, 10 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 10 അൽഹംദുലില്ലാഹ് ചൊല്ലണം, 10 അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. സുബ്ഹിയുടെയും ളുഹറിന്റെയും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം, മഗ്രിബിന് ഒഴിവില്ല, മഗ്രിബ് എക്സംഷൻ ഉള്ള നിസ്കാരമല്ല. നമ്മുടെ പല പള്ളികളിലും മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് ചൊല്ലാറില്ല. ഇമാമുമാർ ചൊല്ലാത്തത് കൊണ്ട് മഅ്മൂമിങ്ങളും ചൊല്ലാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് മറ്റൊരു ഹദീസിൽ 33 എന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ 33 ചൊല്ലാറുണ്ട്. 33 ചൊല്ലിയാലും 10 ചൊല്ലിയാലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊരാൾ നിസ്കാര ശേഷം ചൊല്ലുകയാണെങ്കിൽ, ഈ ഹദീസ് വെച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഫദാലിക 50 വ100 ബില്ലിസാൻ, 5 നിസ്കാരത്തിന്റെ ശേഷം 30 തവണ ഒരാൾ ചൊല്ലിയാൽ എത്രയായി? ഓരോ നിസ്കാരത്തിനും 30 തവണ 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ എന്ന് 5 നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ 150 എണ്ണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വ1500 ഫിൽ മീസാൻ, അവർ പറഞ്ഞത് 150 എണ്ണമാണെങ്കിലും അല്ലാഹുവിന്റെ മീസാനിൽ അത് തൂങ്ങുന്നത് 1500 എണ്ണമായിട്ടാണ്. ഒന്നിന് 10 എണ്ണമാണ് അല്ലാഹു നൽകുന്നത്. ഒരു ഹസനത്തിന്, ഒരു നന്മയ്ക്ക് 10 എണ്ണമാണ് റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ നൽകുന്നത്. റമളാനായാൽ അതൊരു പക്ഷേ 700 ഇരട്ടി വരെ അതിനേക്കാളും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ചെല്ലുന്ന 150 ദിക്റുകൾ അല്ലാഹുവിന്റെ മീസാൻ എന്ന തുലാസിൽ 1500 എണ്ണമായിട്ടാണ് തൂങ്ങുന്നത്. വയുകബ്ബിറു 34 വയുകബ്ബിറു, അടുത്തതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, വയുകബ്ബിറു 34 ഇദാ അഖദ മൽജഅഹു, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 തവണ സുബ്ഹാനല്ലാഹ് പറയണം, 33 തവണ അൽഹംദുലില്ലാഹ് പറയണം, 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഈ രണ്ടു കാര്യങ്ങൾ ആരൊക്കെയാണ് ജീവിതത്തിൽ പകർത്തുന്നത്, അവർ സ്വർഗ്ഗത്തിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും നിസ്കാര ശേഷം ചൊല്ലുന്നുണ്ടാകും, പക്ഷേ ഉറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ടാവില്ല. അല്ലെ, നിസ്കാര ശേഷം ചൊല്ലുന്നുണ്ടാവും. ജമാഅത്തിന് പള്ളിക്ക് പോയി 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചൊല്ലുന്നുണ്ടാവും, പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ മടി കാരണം ചൊല്ലുന്നുണ്ടാവൂല. അത് തന്നെയാണ് ഇവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 തവണ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലാൻ 5 മിനിറ്റ് പോരെ സഹോദരങ്ങളെ? 5 മിനിറ്റ് പോരെ?
സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 5 മിനിറ്റ് വേണ്ട. നിസ്കാര ശേഷം എന്തായാലും ജമാഅത്തിന് പള്ളിക്ക് പോകുന്ന ആളുകൾ ചൊല്ലുന്നുണ്ടാവും. ഈ 2 കാര്യം ചൊല്ലാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ചെല്ലുന്നവർ വളരെ കുറവാണ്. യാഥാർത്ഥ്യമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയങ്കരരായ സഹോദരങ്ങളോട് പരിശുദ്ധമായ ഈ റമളാനിൽ നമ്മൾക്കൊരു പ്രതിജ്ഞയെടുക്കാം. നിങ്ങൾ തയ്യാറാണോ? പരിശുദ്ധമായ റമളാനിൽ ഈ സദസ്സിൽ വെച്ച് നമ്മൾക്കൊരു പ്രതിജ്ഞയെടുക്കാം. എന്റെ മരണം വരെ ഈ 2 കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞയെടുത്താൽ നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനമായ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. 2 കാര്യം നിങ്ങൾ ഇവിടെ ഉറപ്പു തന്നാൽ മതി. 2 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചാൽ മതി. ഒന്ന്, എന്റെ മരണം വരെ 5 നേരത്തെ നിസ്കാര ശേഷം ഞാൻ ഈ 33 തവണ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമെന്നും, അതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും 34 തവണ അല്ലാഹു അക്ബർ എന്ന് ഞാൻ ചൊല്ലുമെന്ന്, അഥവാ നിസ്കാര ശേഷം 5 മിനിറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 5 മിനിറ്റ് ചെലവഴിക്കാൻ തയ്യാറാകുമെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുത്താൽ ഇന്നത്തെ വഅദ് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരാഴ്ച നീണ്ടു കിടക്കുന്ന വഅദും വിജയിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒന്ന് ഹൃദയം കൊണ്ട് പ്രതിജ്ഞയെടുത്ത് ഇന്നു മുതൽ എല്ലാ ദിക്റുകളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ സ്ത്രീകൾ എന്തായാലും ഇത് ഒഴിവാക്കാൻ പാടില്ല. അതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രതിഫലങ്ങളും നമ്മൾക്കറിയാമല്ലോ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ജോലിക്കാരിയെ വേണം, ഒരു അടിമയെ വേണം. വീട്ടിലുള്ള അടുക്കള ജോലി വളരെ പ്രയാസമാണ്. അടുക്കള ജോലി എളുപ്പമാവാൻ ഒരു അടിമ സ്ത്രീയെ നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ, ഒരു അടിമ സ്ത്രീ സഹായിക്കുന്നതിനേക്കാളും സഹായകമാകുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തിനാണ് അടിമ സ്ത്രീ? വീടടിച്ചു വാരാൻ, വസ്ത്രങ്ങൾ അലക്കിയെടുക്കാൻ, ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ, പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ, അഥവാ ഒരു വീട്ടിലുള്ള ആ വീടിന്റെ ഉടമസ്ഥയായ ഭാര്യ, ആ വീടിന്റെ ഉടമസ്ഥയായ ഒരു ഉമ്മ, ഒരു പെണ്ണ്, വീടിന്റെ ഭരണാധികാരിയായ പെണ്ണ്, വീടിന്റെ ഭരണാധികാരി പുരുഷനാണ്. ഒരു ഭർത്താവിന്റെ അഭാവത്തിൽ വീടിന്റെ ഭരണാധികാരി വീട്ടിലെ ഉമ്മയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. വീടിന്റെ ഭരണാധികാരിയായ ഉമ്മയുടെ ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി, ഉമ്മയുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി ഒരു അടിമ സ്ത്രീക്ക്, ഒരു ജോലിക്കാരിക്ക് എത്ര സഹായം ചെയ്തു തരാൻ പറ്റുമോ അതിനേക്കാളും കൂടുതൽ സഹായം അടുക്കള ജോലിയിൽ ഈ ദിക്റിന് ചെയ്യാൻ കഴിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് സംസാരിച്ചതെല്ലാം അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്. ആ ഹബീബാണ് സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞത്, അടുക്കളയുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. പിന്നെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഈ ദിക്ർ മരണം വരെ മറന്നിട്ടേ ഇല്ല എന്ന്. സിഫീൻ യുദ്ധ സമയത്ത് പോലും ഞാനത് മറന്നുപോയി. യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കമാൻഡറാണ്, യുദ്ധത്തിന്റെ ലീഡറാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്തൊക്കെയോ ചിന്തകളുണ്ട്. കാരണം മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധമാണിത്. ഇന്റേണൽ വാറാണ്, ആഭ്യന്തര യുദ്ധമാണ്. സ്വഹാബാക്കൾ പരസ്പരമുള്ള യുദ്ധമാണ്. ടെൻഷനുണ്ട്, ഒരുപാട് ഖവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ട സമയമാണത്. ഫിത്നക്കാരുണ്ട്, ആഭ്യന്തര കലാപമുണ്ടാക്കുന്ന മുനാഫിഖീങ്ങളുണ്ട്. ഇത്തരം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഞാനൊരു രാത്രി ഇത് ചൊല്ലാൻ മറന്നുപോയി. പിന്നെ ഒരു പകുതിയായ പനിക്ക് ഓർമ്മയായി. പിന്നെ ഞാനത് ആവർത്തിച്ചു ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങിയത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഉറപ്പാണെന്ന് പഠിപ്പിച്ച ദിക്റാണിത്. ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഒന്ന്, ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ് ഉണ്ടാവണം, എപ്പോഴും ദിക്ർ ചൊല്ലാൻ നമ്മൾക്ക് കഴിയണം. രണ്ടാമത്തേത് വബദനുൻ അലൽ ബലാഇ സ്വാബിർ, ക്ഷമിക്കാൻ കഴിയുന്ന ശരീരം ഉണ്ടാവണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും, കൊറോണ പോലെ, കോവിഡ് പോലെ, എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ നമ്മൾക്കുണ്ടാവണം. അല്ലാഹു നമ്മൾക്കത് തരട്ടെ. മുഅ്മിനീങ്ങളെ, 2 വർഷമായി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ ഇല്ലേ? എത്ര പേരാണ് ഗൾഫിൽ ഷോപ്പുകൾ പൂട്ടി നാട്ടിലേക്ക് കടന്നു വരുന്നത് കച്ചവടമില്ലാത്തതിന്റെ പേരിൽ? എത്രയോ നല്ല നല്ല ബിസിനസ് നടത്തിയിരുന്നവർ, കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാർ ബിസിനസ് ഇല്ലാതെ, ജോലിയില്ലാതെ, ഷോപ്പിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. 2 വർഷമായിട്ട് ഇതൊന്ന് മാറുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് മാറും, നാളെ മാറുമെന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിക്കുമ്പോഴാണ് വീണ്ടും ജനിതക മാറ്റം സംഭവിച്ച് മുമ്പത്തേതിനേക്കാളും അപകടകരമായ രീതിയിൽ ഇത് സ്പ്രെഡ് ആവുന്നത്, വ്യാപിക്കുന്നത്. ആരോട് പരാതി പറയാൻ, ആരെക്കുറിച്ച് പറയാൻ, ആരോട് പരിഭവം പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ബാദിറൂ ബിൽ അമാലി ഫിതനൻ കഖിത്അഇൽ ലൈലിൽ മുസ്ലിം. എന്താ ഇതിന്റെ അർത്ഥം? ബാദിറൂ ബിൽ അമാലി ഫിതനൻ കഖിത്അഇൽ ലൈലിൽ മുസ്ലിം. നിങ്ങൾ അമൽ ചെയ്യണം, അമൽ ചെയ്യണം, അമൽ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. നന്മ ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കരുത്, നന്മ ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. വസാബിഖൂ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മത്സരിക്കണം, നന്മ ചെയ്യാൻ നിങ്ങൾ ഉളരണം. ബാദിറൂ ബിൽ അമാൽ, നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. നാളെയാവാം, നാളെയാവാം, നാളെ നന്നാവാം, മറ്റന്നാൾ നന്നാവാം, റമദാൻ വരട്ടെ, ന്യൂ ഇയർ വരട്ടെ, 40 വയസ്സാവട്ടെ, കല്യാണം കഴിയട്ടെ, താടി നിരക്കട്ടെ, ഇങ്ങനെ ഓരോ ഉംറ ചെയ്യട്ടെ, ഹജ്ജ് ചെയ്യട്ടെ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നന്മയെ നിങ്ങൾ പിന്തിപ്പിക്കരുത്. ബാദിറൂ ബിൽ അമാലി ഫിതനൻ. ഇന്നൊരു കാര്യം നിങ്ങൾ പഠിച്ചാൽ ഇന്ന് തന്നെ ജീവിതത്തിൽ പകർത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം നാളേക്ക് മാറ്റിവെക്കണ്ട. ഇന്നത്തെ ളുഹ്ർ മുതൽ ഇന്നത്തെ അസ്ർ, ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശാ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയം ഇത് ചൊല്ലാതെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ബാദിറൂ ബിൽ അമാൽ, നന്മകൾ കൊണ്ട് നിങ്ങൾ ഉളരണം. അവിടെ നിങ്ങൾ താമസിപ്പിക്കരുത്, വൈകരുത്, അലസത കാണിക്കരുത്, സാവധാനം വേണ്ട. എന്തുകൊണ്ട്? ഫിതനൻ കഖിത്അഇൽ ലൈലിൽ മുസ്ലിം, രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരാൻ പോവുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അങ്ങനെ പറയുന്നത്. എന്താണ് രാത്രിയുടെ ഇരുട്ടിന്റെ പ്രത്യേകത? എന്താ? 10 മണിക്കുള്ള ഇരുട്ടല്ല, 11 മണിക്ക് ശ്രദ്ധിക്കണം. 9 മണിക്കുള്ള ഇരുട്ടല്ല സഹോദരങ്ങളെ, 9 മണിക്കുള്ള ഇരുട്ടല്ല, 10 മണിക്ക് വേണ്ട, 7 മണി കൊണ്ട് തുടങ്ങാം. മഗ്രിബിന്റെ സമയമാകുമ്പോഴുള്ള ഇരുട്ട് ചെറിയ ഇരുട്ടല്ലയോ? നമ്മൾക്ക് ടോർച്ചില്ലാതെ നടക്കാൻ കഴിയും. 8 മണിയാകുമ്പോഴേക്കും പിന്നെ ടോർച്ചില്ലാതെ നടക്കാൻ കഴിയില്ല. 9 മണിയാകുമ്പോഴേക്കും ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്നുണ്ട്. 10 മണിയാകുമ്പോ വീണ്ടും കൂടി, 11 മണിയാകുമ്പോ വീണ്ടും കൂടി, 12 മണിയാകുമ്പോ, അർദ്ധരാത്രിയാകുമ്പോ ഇരുട്ടിന്റെ കാഠിന്യത്തിലേക്കെത്തി. ഇതേപോലെ ഒരു ഫിത്ന കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ഫിത്ന, അത് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ഫിത്ന. നമ്മൾ വിചാരിക്കും ഇതൊന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ലഭിക്കുമെന്ന്, ഇതൊന്ന് തീർന്നു പോയാലൊന്ന് സമാധാനിക്കാമെന്ന്. അതിനേക്കാളും വലിയ മറ്റൊരു പരീക്ഷണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു തആല ഈ ജീവിതത്തെ സൃഷ്ടിച്ചതെന്തിനാ? അല്ലാഹു തആല ഈ ജീവിതത്തെ സൃഷ്ടിച്ചതെന്തിനാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു ചില ആളുകളെ ജീവിപ്പിക്കുന്നത്, ചില ആളുകളെ മരിപ്പിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നത്?
ആ നന്മ ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ നൽകിയത്. എന്റെ അല്ലാഹുവിന് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടം പോലെ സമാധാനവും സമ്പത്തും നൽകിക്കൂടെ? എന്തുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ നൽകാത്തത്? ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹുവിനൊരു സുജൂദ് പോലും ചെയ്യാത്തവരുടെ കൈകളിലാണ് ലോകത്തിന്റെ ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഉള്ളത്. ഇന്ന് വരെ ഒരു സുജൂദ് പോലും അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യാത്തവർ, അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാത്തവർ, അല്ലാഹുവിനോട് പശ്ചാത്താപം പോലും തോന്നാത്തവർ, അല്ലാഹു ഒരു ദൈവമായി പോലും അംഗീകരിക്കാത്തവർ, അവരുടെ കൈകളിലാണ് ലോകത്തിന്റെ ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഉള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലാഹു തആല ഈ ലോകത്തിന് ഒരു സ്ഥാനവും നൽകിയിട്ടില്ല എന്ന്. ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരത്തിന്റെ സ്ഥാനം പോലും അല്ലാഹു ഈ ലോകത്തിന് നൽകിയിട്ടില്ല. ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടായാൽ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ക്ഷമിക്കാനുള്ള ശരീരം നമ്മൾക്കുണ്ടാവണം മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മൾക്കത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ശരീരത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പരീക്ഷണങ്ങൾ കാരണത്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് പാപങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിന്റെ 10 റഹ്മത്ത് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ഉമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമീങ്ങളാണോ എന്ന്. സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണോ എന്നാണ് അടുത്തതായി ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അതെ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബിയാണ് എന്ന്. അപ്പോഴാണ് ആ ഉമ്മ തന്റെ കയ്യിലുള്ള പെഞ്ചോമന പൈതലിനെ കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, നബിയേ, ഇതെന്റെ കുഞ്ഞാണ്, ഞാൻ നൊന്തുപെറ്റ എന്റെ പൊന്നുമോനാണിത്. ഈ മകനോട് എനിക്ക് സ്നേഹമുണ്ട്, ഈ മകനോട് എനിക്ക് കാരുണ്യമുണ്ട്. എന്നാൽ ഞാൻ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടുപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ അടുപ്പിലേക്ക് എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തതിന്റെ പേരിൽ എന്റെ പൊന്നുമോനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് തന്ത്രപരമായിട്ടാണ് ആ ഉമ്മ ചോദിക്കുന്നത്, നബിയേ, ഇതെന്റെ പൊന്നുമോനാണ്, ഈ കാണുന്നത് തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പാണ്, ഞാൻ ഭക്ഷണം പാചകം ചെയ്യാറുള്ള അടുപ്പാണിത്. എന്റെ മകൻ എന്നോട് എന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ, എന്നോട് എന്തെങ്കിലും ഒരു അപമര്യാദയായി പെരുമാറിയാൽ ഞാൻ എന്റെ കുഞ്ഞിനെ ഈ തീയിലേക്ക്, അടുപ്പിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആലോചിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ മക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നമ്മോട് മോശമായി പെരുമാറിയാൽ അവരെ തീയിലേക്ക് വലിച്ചെറിയാൻ നമ്മൾക്ക് കഴിയുമോ? സഹോദരങ്ങളെ, നമ്മളൊക്കെ ഉപ്പമാരാണല്ലോ. അവർക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് പനിയാണ്, അവർക്കൊരു തലവേദന വന്നാൽ നമ്മൾ കുറക്കില്ല, അവർക്കൊരു ക്ഷീണമുണ്ടായാൽ നമ്മൾക്കും ക്ഷീണമാണ്. ഇങ്ങനെ നൊന്തുപെറ്റ് വളരെ സ്നേഹത്തോടെ താലോലിച്ച് വളർത്തിയ നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾക്കെതിരെ തിരിഞ്ഞുപോയാൽ, നമ്മൾക്കെതിരെ ശബ്ദിച്ചാൽ, ഇനി നമ്മളെ അടിച്ചാൽ വരെ ആ മക്കളെ ഒരിക്കലും തീയിലേക്കോ അടുപ്പിലേക്കോ ജീവനോടെ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾക്ക് അവരോടുള്ള കാരുണ്യമാണത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളല്ലേ പറഞ്ഞത് അന അർഹമു മിനൽ അല്ലാഹു അർഹമു മിനൽ ഉമ്മി വലദിഹാ? അല്ലാഹു തആലയ്ക്ക്, ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യത്തിന്റെ പ്രസക്തി നിങ്ങൾ നോക്കണം. നിങ്ങളല്ലേ പഠിപ്പിച്ചത് വല്ലാഹു അർഹമു ലിൽ അബ്ദി മിനൽ ഉമ്മി ലിവലദിഹാ? ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹു തആല അടിമകളോട്, ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. സഹോദരങ്ങളെ,
ഈ ചോദ്യം മറുപടി പറഞ്ഞില്ല. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താടി രോമങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങി എന്ന് ഹദീസുകളിൽ കാണാം. എന്താണ് ആ ഉമ്മയുടെ ചോദ്യം? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന്. എന്നാൽ ഞാൻ എന്റെ മകൻ എന്റെ കുട്ടി എന്നോടൊരു തെറ്റു ചെയ്താൽ ആ കുട്ടിയെ തീയിലേക്ക് ഞാൻ വലിച്ചെറിയില്ല. എന്നാൽ ഞാനൊരു തെറ്റു ചെയ്താൽ അള്ളാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്നാണ് ചോദ്യം. അള്ളാഹുവിന് എന്നോടാണല്ലോ എനിക്ക് കുട്ടിയോടുള്ള കാരുണ്യത്തെക്കാളും കൂടുതലുള്ളത്. എനിക്ക് എന്റെ കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ സാധിക്കാത്തതുപോലെ അള്ളാഹുവിന് എന്നോട് എങ്ങനെയാണ് നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയാൻ കഴിയുന്നത്? അപ്പോഴാണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമജ്ജിദ്. അല്ലാഹു തആല തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കൂല. അല്ലാഹു തആല തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കൂല. സഹോദരങ്ങളെ, അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും ആമന റസൂൽ കൊണ്ട് തുടങ്ങുന്ന ആ ആയത്തിൽ ഓതാറുള്ളത്, ലാ തുഅദ്ദിബ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, അറിയാതെ ചെയ്തതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ. മറന്നു ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹു അറിയാതെ ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കില്ല. മറന്നു ചെയ്തതിന്റെ പേരിലും അല്ലാഹു ഒരാളെയും ശിക്ഷിക്കില്ല. ഇനി ബോധപൂർവം മറന്നിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളൊരു തെറ്റു ചെയ്തു, എന്നാൽ അയാളെയും അല്ലാഹു ശിക്ഷിക്കൂല. അയാൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെറ്റ് ചെയ്തത്. കള്ളുകുടി ഹറാമാണെന്നറിയാം, മറന്നിട്ടല്ല. കള്ളുകുടി ഹറാമാണെന്നറിഞ്ഞിട്ട് ഒരാൾ കള്ളു കുടിച്ചു, എന്നിട്ട് അയാൾക്ക് കുറ്റബോധമുണ്ടായി. അല്ലാഹുവേ, എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയി റബ്ബേ, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റു ചെയ്തു പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ അല്ലാഹു അയാൾക്ക് മാപ്പ് കൊടുക്കുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒരാളെ ഒരു ക്ലാസ്സിൽ കട്ടൻ ചായ പോലെ ഒരു സാധനം കണ്ടു, എന്നിട്ട് അതെടുത്ത് കുടിച്ചപ്പോൾ കള്ളായിരുന്നു അത്. അയാൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അറിയാതെ കുടിച്ചതാണ്, കട്ടൻ ചായയാണെന്ന് വിചാരിച്ച് കള്ളു കുടിച്ചതാണ്, അറിയാതെ ചെയ്ത തെറ്റാണ്. വേറെ ഒരാള് മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തി, ളുഹർ നിസ്കാരം നിസ്കരിക്കാമെന്ന് വിചാരിച്ചു, എന്തോ ഒരു ജോലിയിൽ മുഴുകി, പിന്നിങ്ങനെ മറന്നു. അസ്ർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലാഹുവേ, എന്റെ ളുഹർ നഷ്ടപ്പെട്ടു പോയല്ലോ, നിസ്കരിക്കാൻ ഞാൻ മറന്നുപോയല്ലോ, അല്ലാഹു ശിക്ഷിക്കൂല മുഅ്മിനീങ്ങളെ. എന്നാൽ ഇവിടെ പറയുന്നത്, ഒരാൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ മറന്നിട്ടല്ല, തെറ്റാണെന്നുള്ള ബോധത്തോടെ ഒരാൾ തെറ്റ് ചെയ്തു, പിന്നെ അയാൾക്ക് കുറ്റബോധമുണ്ടായാൽ, പിന്നെ അയാൾ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കണം. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കണം. വളരെ പ്രബലമായ ഹദീസാണല്ലോ, ആർക്കും എതിർപ്പില്ലാത്ത ഹദീസാണല്ലോ സ്വഹീഹുൽ ബുഖാരി. അവിടെ ഒരു വയസ്സായ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണാസന്നനായ സമയത്ത് തന്റെ മക്കളെ എല്ലാം വിളിച്ചുകൊണ്ടൊരു വസിയത്ത് നൽകുന്നുണ്ട്. മക്കളെ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ, ഞാനെങ്ങാനും ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം, കരിച്ചു കളയണം. മുസ്ലിമീങ്ങളുടെ ശരീരം, ഭൗതിക ശരീരം ഖബറിൽ പോയി മറമാടുന്നത് പോലെ എന്റെ ശരീരത്തെ നിങ്ങൾ മറമാടാൻ പാടില്ല. എന്റെ ശരീരത്തെ നിങ്ങൾ കരിച്ചു കളയണം, വെണ്ണീരാക്കി കളയണം. മക്കൾ ചോദിച്ചു, എന്തിനാണത്? എന്തിനാണ് നിങ്ങളുടെ ശരീരത്തെ കരിച്ചു കളയുന്നത്? ഇസ്ലാമിൽ അങ്ങനെ പാടില്ലല്ലോ. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത പാപങ്ങളില്ല, ഒരു തെറ്റ് പോലും ഒഴിവാക്കിയിട്ടില്ല ഞാൻ. ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട്, എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ട്. ഞാനെങ്ങാനും മരിച്ച് എന്റെ ശരീരത്തെ നിങ്ങൾ മയ്യിത്താക്കി ഖബറിൽ മറമാടിയാൽ അല്ലാഹു എന്നെ വെറുതെ വിടൂല എന്നെനിക്ക് ഉറപ്പാണ്. അല്ലാഹു എന്നെ വെറുതെ വിടൂല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ ശരീരത്തെ കരിച്ച് വെണ്ണീരാക്കി 2 കവറുകളിൽ വെണ്ണീരെടുക്കണം, 2 പാത്രങ്ങളിൽ വെണ്ണീര് നിറക്കണം. എന്നിട്ട് ഒരു പാത്രം നിങ്ങൾ കടൽക്കരയിലൂടെ നടന്ന്, കടലിൽ ഇങ്ങനെ വിതരണം തീരുന്നത് വരെ നടന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ
വിതരണം. മറ്റേ പാത്രം കരയിലൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ നടന്ന് മറ്റേ പാത്രത്തിലുള്ള മുഴുവൻ വെണ്ണീരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിതരണം. അങ്ങനെ അള്ളാഹുവിന് എന്റെ ശരീരത്തെ കിട്ടാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്റെ ശരീരം റബ്ബിന് കിട്ടാൻ പാടില്ല. കിട്ടിയ എന്നെ വെറുതെ വിടൂല. അദ്ദേഹം മരിച്ചു. പറഞ്ഞതുപോലെ മക്കളും ചെയ്തു. ഈ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. പറഞ്ഞതുപോലെ മക്കളും ചെയ്തു. എന്നിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഈ മനുഷ്യൻ എത്തുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോഴാണ് അള്ളാഹുവിനോട് ആ മനുഷ്യൻ പറയുന്നത്, അള്ളാഹുവേ, നിന്നെ പേടിച്ചിട്ടാണ്, വേറൊന്നുമല്ല. ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല റബ്ബേ. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നിന്നോടുള്ള ഭയമാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്നെ കിട്ടിയാൽ നീ എന്നെ വെറുതെ വിടൂലല്ലോ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ ഭയന്നിട്ടാണ് റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട്, എന്റെ ഈ അടിമ, ഇവനൊരു റബ്ബുണ്ട് എന്നവൻ അംഗീകരിച്ചില്ലേ? ഒരു റബ്ബുണ്ട് എന്നവൻ അംഗീകരിച്ചില്ലേ? റബ്ബുണ്ട് എന്ന് അംഗീകരിക്കാത്ത എത്ര യുക്തിവാദികളുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിനെ ഇല്ല എന്ന് പറയുന്ന എത്ര നിരീശ്വരവാദികളുണ്ട്. നല്ല മുസ്ലിമായ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച മുസ്ലിമായി വളരേണ്ട എത്ര അധ്യാപകന്മാർ, എത്ര ടീച്ചർമാർ, എത്ര മാഷന്മാർ, എത്ര യുവാക്കൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട്. തെറ്റു ചെയ്താലും ഇയാൾ അള്ളാഹുവിനെ നിഷേധിച്ചില്ലല്ലോ, ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് അംഗീകരിച്ചില്ല. അലിമ അന്ന ലഹു റബ്ബൻ, അയാൾക്കൊരു റബ്ബുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കിയില്ലേ? അത് മാത്രമാണോ, തെറ്റു ചെയ്താൽ ആ റബ്ബ് ശിക്ഷിക്കുമെന്നും അയാൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടാണല്ലോ അയാൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അയാളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞ് അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ സംഭവം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ആരും നിരാശരാവാൻ പാടില്ല. റഹ്മത്തിന്റെ പത്താണിത്. അള്ളാഹു മക്കൾക്ക്, ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ആരെയാണ് അള്ളാഹു നാളെ നരകത്തിൽ വലിച്ചെറിയുന്നത്? തെറ്റു ചെയ്തിട്ടും അള്ളാഹുവിനോടുള്ള ധിക്കാരം കൊണ്ട് തെറ്റ് ചെയ്യുന്നവർ, അള്ളാഹുവിനെ വെല്ലുവിളിച്ച് തെറ്റ് ചെയ്യുന്നവർ, തെറ്റ് ചെയ്തിട്ടും കുറ്റബോധമില്ലാതെ തൗബ ചെയ്യാതെ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നവർ, അള്ളാഹുവിനോട് വാശി പിടിക്കുന്നവർ, അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നവർ, തെറ്റു ചെയ്തിട്ടും തൗബ ചെയ്യാതെ നിരന്തരമായി തെറ്റാവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ അള്ളാഹു നാളെ ശിക്ഷിക്കുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആരും ആ കൂട്ടത്തിൽപ്പെട്ടവരല്ലല്ലോ. നമ്മൾ ആരും ഇത്തരം വിഭാഗങ്ങളിൽ പെട്ടവരല്ലല്ലോ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞുകൊണ്ട് റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു തരും. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതാണ് സൂറത്തു സുമറിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ, നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കൂ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും ഒരു തെറ്റുപോലും നമ്മളിൽ ബാക്കി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ തെറ്റുകൾ ബാക്കിയായാൽ റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം.